DC ബുക്സ് പറഞ്ഞതിൽ സംശയമുണ്ടോ? അവർ പറഞ്ഞാൽ തെറ്റാണെന്നാണോ മാഷ് പറയുന്നത്? അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല. പാർട്ടിയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്, തെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ജയരാജൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. മറ്റ് പാർട്ടിൻ്റെ കാര്യം ഇത് ചർച്ച ചെയ്തു ഇതുവരെ. ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും ചർച്ച ചെയ്യുക. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാണ് ജയരാജൻ എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടതല്ലേ, പിന്നെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടും. ആയിക്കോട്ടെ, ഉടനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇന്ന് 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചൂടെ? എന്താ ഇത്ര സമയം വേണമെന്നുണ്ട്? എഴുതി പൂർത്തീകരിക്കാത്തത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കാനോ? നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണിത്. അതാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പോരെ, ഏത് ബുക്കിൻ്റെ ഭാഗത്തായ DC ബുക്കാണോ വേറെ ഏതെങ്കിലും ബുക്കാണോ ഞാൻ പറയുന്നില്ല. ഏത് ബുക്സിൻ്റെ ഭാഗമായിട്ടും അവർ ഒരു മാർക്കറ്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഉപയോഗിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത്? ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവമുണ്ടായിട്ടാണ്. ഇമാരുടെ തന്നെയാണ് ഉപയോഗിക്കല്. എങ്ങനെയും പ്രതികരിക്കില്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളകളെല്ലാം തന്നെ ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം ഉണ്ടായത് മാഷുടെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും. അപ്പോൾ EPI ഇങ്ങനെ നിരന്തരമായി ഇങ്ങനൊരു വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും EPക്കെതിരായ ഒരു ഗൂഢാലോചനയാണോ നടക്കുന്നത്? ഇങ്ങനൊരു സംശയം ജനിപ്പിക്കുന്നില്ലേ ഇങ്ങനൊരു സംഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ? സ്വാഭാവികമായി ഞങ്ങൾ ഏത് വിഷയമാണ് പരിശോധിക്കാത്തത്? അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഉത്തരവാദം. പാർട്ടി ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ? പക്ഷേ അതായത് വലിയ രീതിയിൽ പാർട്ടി അടക്കം പ്രതിനിധികളാക്കുന്നതാണ്. ഒരു നിയമനടപടി പാർട്ടിക്ക് തന്നെ ഇതിനകത്ത് സ്വീകരിക്കാവുന്നതല്ലേ? കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ ഒട്ടും അടിസ്ഥാനരഹിതമായി അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ മാഷുടെ വാക്കുകൾ അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു നിയമ നടപടിക്ക് പോയിക്കൂടെ? കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് ചെയ്യാവുന്ന അഭിപ്രായം അല്ലേ? നമുക്ക് പരിഗണിക്കാം. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പരിഗണിക്കാന്നാ പറഞ്ഞു. സ്വീകരിക്കുമെന്നല്ല ചോദിച്ചു, പരിഗണിക്കുമെന്ന് ചോദിച്ചു. അതെ, പരിശോധിക്കാം. സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടെടുക്കുന്നതിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമാണ്. അതിലെന്താണ് ആകെ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, ഇത് മറ്റ് വാർത്തകൾ കൊണ്ടുവന്നെയാണ്. അതെ, അതൊക്കെ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിനെപ്പറ്റി വേറെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? അല്ല, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാക്കാന്ന് വെച്ചിട്ട് അതെല്ലാം കേസിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം. അത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പുതിയ ചോദ്യം ചോദിക്കുന്നെങ്കിലും പുതിയ കാര്യം നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അദ്ദേഹം പറഞ്ഞില്ലേന്ന് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന വല്ല കാര്യമുണ്ടോന്ന്? അല്ലാതെ വ്യക്തമായി നിങ്ങൾക്ക് എങ്ങനെയും കാണാം. ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിന് നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ല കേട്ടോ. നിങ്ങൾ 4 പ്രാവശ്യമായി ചോദ്യം ചോദിക്കുന്നു. 4 പ്രാവശ്യം ചോദിച്ച ഒരേ ചോദ്യമാണ്. അതിന് പക്ഷേ പല രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അസാധാരണമായ വിധം ഇത്തരത്തിലൊരു കണ്ടന്റ് EP ജയരാജന്റെ ഒരു ആത്മകഥ എന്ന രൂപത്തിൽ പുറത്തു വരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അത് പക്ഷെ അതിൽ EP തന്നെ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നിടത്താണ് അതിൽ പാർട്ടി ആ രീതിയിൽ. പിന്നെ ജയരാജൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരാണ് നടപടി സ്വീകരിക്കുക? പിന്നെ ജയരാജൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം സംബന്ധിച്ചിടത്തോളം ജയരാജൻ അല്ലാണ്ട് വേറെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ജയരാജനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ ഇത്. ബാക്കി പാർട്ടിയെ ആകെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചോളാം. അത് പറയാം. നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല. ഇതിപ്പോൾ ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം.